ഹായ് ഓൾ, വെൽക്കം ടു എജുബി. അപ്പോൾ ഏപ്രിൽ 2 കറണ്ട് അഫയേഴ്സ് ഇന്ന് നോക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു ഹോംവർക്ക് ആയിട്ട് ചെയ്യാൻ വേണ്ടി. 2024 ഏബൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരം ഇതാണ്, മൈക്കൽ ടാലാഗ്രാൻഡാണ് നമ്മുടെ 2024 ഏബൽ പുരസ്കാരം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞു. അടുത്ത ദിവസം നോക്കാം. ഗബ്രിയൽ ബോറിക് ഫോണ്ട് ഈസ് ദ പ്രസിഡന്റ് ഓഫ് വിച്ച് കൺട്രി എന്നാ ചോദ്യം. ഫ്രാൻസ് ആണോ, കാനഡ ആണോ, ശ്രീലങ്കയാണോ, ചിലി ആണോ? ഉത്തരം ഓപ്ഷൻ ഡി, ചിലിയാണ് നമ്മുടെ ഗബ്രിയൽ ബോറിക് ഫോണ്ട് പ്രസിഡന്റ് ആയിട്ടുള്ള രാജ്യം. ഓക്കെ അല്ലേ? അപ്പോൾ ചിലിയാണ് ഉത്തരം. നമുക്ക് ഓപ്ഷനിലൂടെ ഈ ഫോട്ടോയിൽ കാണുന്ന മാന്യ വ്യക്തിയാണ് ഈ പറഞ്ഞ ചിലിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഗബ്രിയേൽ ബോറിക് ഫോണ്ട്. എന്തുകൊണ്ട് കറണ്ട് അഫയേഴ്സിൽ വന്നെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമില്ല, ഏപ്രിൽ 1 തൊട്ട് 5-ാം തീയതി വരെ ഇന്ത്യയിലുണ്ട് ഇദ്ദേഹം. അതുകൊണ്ടാണ് ഇത് കറണ്ട് അഫയേഴ്സിൽ വന്നത്. അങ്ങനെ നമ്മുടെ രാജ്യത്തിലേക്ക് വിസിറ്റിട്ട് വരുന്ന ആൾക്കാരുടെയൊക്കെ പേരുകളും കാര്യങ്ങളൊക്കെ, തലവന്മാരുടെ പേരുകൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത് നമുക്ക് ഓപ്ഷനിലോട്ട് വരികയാണെങ്കിൽ ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റാണ് ഇമ്മാനുവൽ മാക്രോൺ. അറിയായിരിക്കും, ഇമ്മാനുവൽ മാക്രോൺ ആണ് ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാനഡയുടെ ഹെഡ് ഓഫ് ദ നേഷൻസ് PM ആണ്. PM ആരാ? ഇപ്പോഴത്തെ PM ആരാ? മാർക്ക് കാർണിയാണ് ഇപ്പോഴത്തെ കാനഡിയൻ പ്രൈം മിനിസ്റ്റർ. മുന്നേ ആരായിരുന്നു? നമ്മുടെ ജസ്റ്റിൻ ട്രുഡേവ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രൈം മിനിസ്റ്റർ. ഇപ്പോൾ ആരായി? അത് മാർക്ക് കാർണിയായിട്ട് മാറി. സോ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ശ്രീലങ്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാ? അതും ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യം. കാരണം ഈ അടുത്തിടയ്ക്കാണ് മാറിയത്. അരുണ കുമാര ഡിസി നായക. വല്ലാത്ത പേരാണ്. അവന്മാരെയൊക്കെ പഠിച്ചു വെക്കാൻ പാടാണ്, എങ്കിലും നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. സോ ഇത്രയും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഇൻ വിച്ച് സിറ്റി ഡിഡ് നരേന്ദ്രമോദി ലെറ്റ് ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് മാധവ് നേത്രാലയ പ്രീമിയം സെൻറ്റർ? അതായത് ബേസിക്കലി ഈ ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. മാധവ് നേത്രാലയ പ്രീമിയം സെൻറ്റർ എവിടെ എന്നുള്ളതാണ് ചോദ്യം. അതിൽ ഇപ്പോൾ ഇതിന് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് നാഗ്പൂർ, മുംബൈ, ബാംഗ്ലൂർ, അമരാവതി. ഉത്തരം നാഗ്പൂരാണ്. നാഗ്പൂർ എവിടെയാ? മഹാരാഷ്ട്രയിലാണ് നാഗ്പൂർ സ്ഥിതി ചെയ്യുന്നത്. നാഗ്പൂരിനെ നമ്മൾ ഓറഞ്ച് സിറ്റി എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ടൈഗർ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് നമ്മൾ എന്ത് ചെയ്ത് ഈ പറഞ്ഞ നാഗ്പൂരിനെ വിളിക്കാറുണ്ട്. മഹാരാഷ്ട്രയുടെ CM ആരാ? മഹാരാഷ്ട്രയുടെ CM ആണ് ദേവേന്ദ്ര ഫട്നാവിസ് ആണ് നമ്മുടെ മഹാരാഷ്ട്രയുടെ CM എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ദിവസത്തിലോട്ട് പോവാം, പെട്ടെന്ന് പോവാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ചോദ്യമായിരിക്കും. വാട്ട് പെർസെൻറ്റേജ് ഓഫ് DA ഇൻക്രീസ്ഡ് ഫോർ ദ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഡിയർനെസ് അലവൻസ് കൂട്ടിയിട്ടുണ്ട്. DA എത്ര പെർസെൻറ്റേജാണ് കൂട്ടിയത്? 53% ആയിരുന്നു. ഇപ്പം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ജോലി കയറുമ്പോൾ നിങ്ങൾക്ക് ബേസിക് പേ ഉണ്ടാവും. ബേസിക് പേ കൂടാതെ ഇതുപോലുള്ള ഒരുപാട് അലവൻസുകളുണ്ടാവും. അപ്പോൾ അതും കൂടെ ചേർന്നിട്ടാണ് നിങ്ങളുടെ മന്ത്ലി സാലറി ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരിക. അപ്പോൾ ഇപ്പോൾ DA എത്ര പെർസെൻറ്റേജ് കൂട്ടിയിട്ടുണ്ടെന്നാണ് ചോദ്യം. 53% ആയിരുന്നു, അതിന് 55% ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. സോ ഇവിടെ 2% ഇൻക്രീസ് ഉണ്ട്. സോ 2% ആണ് ഇൻക്രീസ്. നിങ്ങൾ ജോലിയിൽ കയറാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇനിയിപ്പോൾ 8th പേ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ സാലറി പിന്നെയും കൂടും. സോ നോക്കുക, DA ഇപ്രാവശ്യം 2% കൂട്ടിയിട്ടുണ്ട്. വേർ ഡസ് ദ 6th എഡിഷൻ ഓഫ് ബിംസ്റ്റെക് ഹെൽഡ്? എവിടെ വെച്ചിട്ടാണ് ബിംസ്റ്റെക്കിൻ്റെ 6ാമത്തെ എഡിഷൻ നടക്കുന്നതെന്ന് ചോദ്യം. എന്താണ് ഈ ബിംസ്റ്റെക് വേറെ ഒന്നുമില്ല, നിങ്ങൾ മനസ്സിലാക്കുക. ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ ആണ് ബിംസ്റ്റെക് എന്ന് പറഞ്ഞ അസോസിയേഷൻ. വേറെ ഒന്നുമില്ല, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു അസോസിയേഷൻ രൂപീകരിച്ചു എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അതിനകത്ത് ഞാൻ രാജ്യങ്ങൾ ഏതൊക്കെ പറയാം, മെമ്പേഴ്സ് ആരൊക്കെയെന്ന് പറഞ്ഞുതരാം. ബംഗ്ലാദേശ് ഉണ്ട്, ഭൂട്ടാൻ ഉണ്ട്. അതായത് ഇപ്പോൾ ഇന്ത്യ ഇവിടെ കിടക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഈ സൈഡിൽ കിടക്കുന്ന കുറേ രാജ്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉള്ള ശ്രീലങ്ക, ഇവരൊക്കെ കൂടെ ചേർന്നിട്ടാണ് ഈ പറഞ്ഞ അസോസിയേഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മ്യാൻമാർ, അതുപോലെ തന്നെ നേപ്പാൾ, ശ്രീലങ്ക ആൻഡ് തായ്ലൻഡ്. ഓക്കെ, ഇതിലില്ലാത്ത 2 രാജ്യങ്ങൾ, മെജോറിറ്റി രാജ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് ചൈന ഒരു മെമ്പറല്ല, പാകിസ്ഥാൻ ഒരു
മെമ്പറല്ല. ഇന്ത്യയുടെ 2 ശത്രു രാജ്യങ്ങളാണ് ഈ പറഞ്ഞ ചൈനയും പാകിസ്ഥാനും. ഇവർ രണ്ടുപേരും എന്തല്ല ഇതിൽ മെമ്പേഴ്സ് അല്ല. ഓക്കെ അല്ലേ? അപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ബാക്കിയുള്ള ഇന്ത്യയുടെ മേജർ ഈ അയൽ രാജ്യങ്ങളെല്ലാം ഈ പറഞ്ഞ ബിംസ്റ്റെക്കിൽ അംഗമാണ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എവിടെ വെച്ചിട്ടാണ് ഇപ്രാവശ്യത്തെ ബിംസ്റ്റെക്ക് നടന്നതെന്ന് ചോദിച്ചാൽ 6ാമത്തെ എഡിഷൻ ആണെന്നും പറഞ്ഞു. ഇത് നടന്നത് വേറെ എവിടെയല്ല, തായ്ലൻഡിൽ വെച്ചിട്ടാണ് നടന്നത്. തായ്ലൻഡിലെ ബാങ്കോക്കിൽ വെച്ച്, ക്യാപിറ്റൽ ഓഫ് തായ്ലൻഡ് ബാങ്കോക്കിൽ വെച്ചിട്ടാണ് ഇപ്രാവശ്യത്തെ ബിംസ്റ്റെക്കിൻ്റെ മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. പെട്ടെന്ന് തീർക്കാം. Name the IIT who got the most number of patents award under the National Intellectual Property Award 2024. വേറൊന്നുമില്ല, ഈ വർഷം 2024 നമ്മുടെ ഏറ്റവും കൂടുതൽ പേറ്റന്റുകൾ ഉണ്ടായത് ഏത് IIT നിന്നാണെന്നുള്ളതാണ് ചോദ്യം. ഏത് IIT നിന്നാണ് ചോദ്യം? IIT കാൺപൂർ ആണോ, മദ്രാസ് ആണോ, ബോംബെ ആണോ, ഡൽഹി ആണോ? നമ്മുടെ അടുത്തുള്ള IIT ആണ്. IIT മദ്രാസിനാണ് ഇപ്രാവശ്യത്തെ ഏറ്റവും കൂടുതൽ പേറ്റൻസ് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഇന്നലെ നമ്മൾ വേറെയും കുറേ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ കാൺപൂരിൽ വെച്ച് നടക്കുന്നതാണ് ടെക് ഫെസ്റ്റിവലായിട്ടുള്ള ടെക് കൃതി. ഇന്നത്തെ വീഡിയോയിൽ കണ്ടവർക്ക് മനസ്സിലാവും. ടെക് കൃതി 2025 എവിടെ വെച്ചിട്ടാണെന്ന് വെച്ചാൽ IIT കാൺപൂരിലാണ്. അപ്പോൾ അങ്ങനത്തെ ഇന്നലത്തെ വീഡിയോ തന്നെ ഞാൻ ടെക്നിക്കൽ ഫെസ്റ്റിവലെ പറ്റിയിട്ടൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വിട്ടൊരു കാര്യമുണ്ട്. ഒഡീഷ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒഡീഷ സ്റ്റേറ്റിൻ്റെ ഫൗണ്ടേഷൻ ഡേ എന്ന് പറയുന്നത് ഏപ്രിൽ 1 ഒഡീഷ സ്റ്റേറ്റിൻ്റെ ഫൗണ്ടേഷൻ ഡേ. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പോവാം. വിച്ച് സ്റ്റേറ്റ് ഹാഡ് ലോഞ്ച് ദ ഭഗീരഥ് മൊബൈൽ ആപ്പ് ഏത് സംസ്ഥാനമാണ് പുറപ്പെടുവിച്ചത്, അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തത് ഏത് സംസ്ഥാനം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഉത്തരം ഓപ്ഷനിൽ ഒഡീഷ, കേരള, മഹാരാഷ്ട്ര, ഉത്തരാഖണ്ഡ്. കേരളമാണ് നമ്മൾ അറിഞ്ഞേനെ. ഉത്തരാഖണ്ഡാണ് ഭഗീരഥ് മൊബൈൽ ആപ്പ് നമ്മുടെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിൻ്റെ CM പുഷ്കർ സിംഗ് ധാമിയാണ് എവിടുത്തെ ഈ പറഞ്ഞ ഉത്തരാഖണ്ഡിൻ്റെ CM. ഓക്കെ അല്ലേ? നമുക്ക് പെട്ടെന്ന് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബോറടിപ്പിക്കില്ല, പെട്ടെന്ന് പോകും. വിച്ച് സ്പേസ് ഏജൻസി ലോഞ്ച് ദ ഫ്രെയിം 2 മിഷൻ ഇൻ സ്പേസ്? ഓക്കെ, ഓപ്ഷൻ ISRO, നാസ, സ്പേസ് എക്സ്, ESA എന്ന് ബാക്കിയൊക്കെ അറിയാം. ESA എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ്. ഇതിൻ്റെ ഉത്തരം വേറൊന്നുമില്ല, നമ്മുടെ സ്പേസ് എക്സ് ആണ് ഈ പറഞ്ഞ ഫ്രെയിം 2 മിഷൻ എന്ന് പറഞ്ഞൊരു മിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. സ്പേസ് എക്സിൻ്റെ ഓണർ ആരാ? CEO, ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ഇലോൺ മസ്ക് ആണ് നമ്മുടെ സ്പേസ് എക്സിൻ്റെ CEO എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? പെട്ടെന്ന് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വേർ ഡിഡ് ദ 4th Indo-US ട്രൈ സർവീസ് ട്രയംഫ് ഇൻ 2025 സ്റ്റാർട്ട് സെറ്റ്? എവിടെയാണ് 4ാമത്തെ Indo-US ട്രൈ സർവീസ് ട്രയംഫ് നടന്നിട്ടുണ്ടായിരുന്നത്? എവിടെയാ? വിശാഖപട്ടണം വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഏപ്രിൽ 2 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സൊക്കെ നമ്മൾ ഇന്ന് ക്ലിയർ ചെയ്തു. ബാക്കി വരുന്ന എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഈ അപ്ഡേറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. പറ്റുമെങ്കിൽ കൂട്ടുകാർക്ക് ഒന്ന് അയച്ചു കൊടുത്തേക്കുക. താങ്ക് യു.